മേധാവിയായി യഹ്യ സിൻവർ എത്തുകയാണ്. അവരുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ ഈ യഹ്യ സിൻവറിനെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫായിട്ട് നിയമിച്ച, ഹമാസിൻ്റെ മേധാവിയായി നിയമിച്ച അതിനെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്മായിൽ ഹനിയയും ഖാലിദ് മിഷലും വെടിനിർത്തലിന് വേണ്ടിയുള്ള അനുരഞ്ജന ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഹ്യ സിൻവർ അങ്ങനെ ഒരു അനുരഞ്ജനത്തിൻ്റെ മുഖമേ അല്ല. കാരണം ആ സമയത്ത് യഹ്യ സിൻവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ അവരുടെ സായുധ സേനയെ കുറെ കൂടി ആധുനീകരിക്കുക. ഹമാസ് എടുത്ത് അതിൻ്റെ തലവനാക്കുന്ന ആരാണ്? ഇസ്രായേലെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഇസ്രായേൽ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് കൊല്ലണം എന്ന പ്ലാൻ മൊസാദ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ പ്ലാൻ വീണ്ടും ഒരു ഇതിലേക്കാണ്, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളെ. പക്ഷെ അദ്ദേഹം ഗസയിലാണുള്ളത്, അദ്ദേഹം പുറത്തല്ല ഉള്ളത്, അദ്ദേഹം തെഹ്റാനിലോ ദോഹയിലോ അല്ല ഉള്ളത്, അദ്ദേഹം ഗസയിലാണുള്ളത്. അപ്പോൾ ഗസയിൽ എങ്ങനെ കൊല്ലാൻ പറ്റും? ഇത്രയും നാളോ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കൊല്ലാൻ കഴിയില്ല. മാസങ്ങളായി ഇസ്രായേൽ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിട്ടും സിൻവാറിനെ സംബന്ധിച്ച വിവരങ്ങൾ വിദൂരമാണ്. എവിടെയാണ് ഇസ്രായേലിന്റെ ഉറക്കം കളയുന്ന ആ ഹമാസ് നേതാവ്? ഗസയിലെ 3 ഹമാസ് പ്രവർത്തകരെ സൈന്യം വധിച്ചെന്നും അതിലൊരാൾ സിൻവറാണെന്നും സംശയിക്കുന്നു. ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചതായി. സാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ? ഇല്ല. ആ രക്തസാക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് 72 ഊറില്യങ്ങളെ അവന് ഇണകളായി കൊടുക്കുകയാണ്. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. 15 minutes later. ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല.